നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ നിരവധി അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് കൃത്യമായ ചികിത്സ നേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്ത്രീകൾ പലപ്പോഴും അജ്ഞരാണ്. അതുമാത്രമല്ല, ഇതിന് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് എന്നുള്ളതും നമുക്കറിയാൻ പറ്റാറില്ല പലപ്പോഴും. കൃത്യമായ ചികിത്സകളുണ്ട്, വിശേഷിച്ച് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ നിരവധിയുണ്ട്. ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ എം ജി ഉഷ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ എല്ലാ അസുഖങ്ങൾക്കും തന്നെ ഇപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുടെ ഒരു പ്രചാരം കൂടി വരികയാണ്. പക്ഷെ പൊതുവെ സ്ത്രീകൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ തന്നെ ഒരു മടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുടെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായിട്ടോ അണ്ടാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ അറിയാം. സ്ത്രീകളുടെ ഗർഭാശയമൊക്കെ സ്ഥിതി ചെയ്യുന്നത് തന്നെ വയറിൻ്റെ അകത്ത്, പെൽവിസിൻ്റെ അകത്താണ്, അസ്ഥികൂടത്തിൻ്റെ അകത്താണ്. അപ്പോൾ അതിലെത്തണമെങ്കിൽ നമുക്കൊന്നുമില്ല വയറ് കീറി ചെയ്യാം, അല്ലെങ്കിൽ താക്കോൽ ദ്വാരം വഴി ചെയ്യാം. അപ്പോൾ വയറ് കീറി ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് അറിയാം, എല്ലാവർക്കും ഫാസ്റ്റ് ലൈഫാണ്, സമയമില്ല, കൂടെ താമസിക്കാൻ ആരുമില്ല. അപ്പോൾ വയറ് കീറി കഴിഞ്ഞാൽ അത്രയും ദിവസം റെസ്റ്റ് എടുക്കണം, 2 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം. അത്ര ദിവസം റെസ്റ്റ് എടുക്കാനില്ല, നോക്കാൻ ആളില്ല, ലീവില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ദേ വാണ്ട് ടു ഗോ ബാക്ക് ടു വർക്ക്, എത്രയും വേഗം വർക്കിന് തിരിച്ചു പോകണം, കൂടെ നിൽക്കാൻ പോലും ആളില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ താക്കോൽ ദ്വാരം ആണെങ്കിൽ വയറ് കീറി ചെയ്യുമ്പോൾ 2 മാസം കിടക്കണമെങ്കിൽ, ഇതിപ്പോൾ സാധാരണ ഒരു ചെറിയൊരു ഓപ്പറേഷനാണ്, താക്കോൽ ദ്വാരത്തിൽ കൂടെ കീഹോളിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസം ആ നമ്മളിട്ട ഓപ്പണിങ്ങിൻ്റെ അവിടെ ചെറിയ വേദനയുണ്ടോ, അത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യത്തിനും ചെയ്യാം, പഴയ പോലെ എല്ലാം ചെയ്യാം. അതാണ് പ്രധാനം. അതെ അതെ, ഫാസ്റ്റ് റിക്കവറിയാണ്. ഹോസ്പിറ്റൽ സ്റ്റേയും വളരെ കുറവാണ്. ഡോക്ടർ, ഏതെല്ലാം തരത്തിൽ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? താക്കോൽ ദ്വാരം നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു ചെറിയ കുട്ടി, ഒരു 18 വയസ്സായ കുട്ടി, ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സ്കാൻ എത്ര ചെയ്തിട്ട് MRI ചെയ്തു, എല്ലാം ചെയ്തിട്ട് നമുക്കൊരു സംശയമുണ്ട് എന്താണ്. കാരണം കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുരുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഓവർ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിൽ നമുക്കൊന്ന് അറിയാൻ, ഇത് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം കണ്ടുപിടിക്കാം. അതെ, അപ്പോൾ രോഗനിർണ്ണയം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് എടുത്തു കളയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സർജറി ട്രീറ്റ്മെൻറ്റും ചെയ്യും. അപ്പോൾ രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കും രണ്ടിനും ഉപയോഗിക്കാവുന്നതാണ്. എൻഡോസ്കോപ്പിയും ലാപ്രോസ്കോപ്പിയും ഒക്കെ ഒന്നാണ്. എൻഡോസ്കോപ്പി ഏതെങ്കിലും ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ചെറിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊണ്ട് ലൈറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ് കൊണ്ട് നോക്കുന്നതാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ലാപ്രോസ്കോപ്പി വയറിൻ്റെ ലാപ്പറൈറ്റിസ്, വയറിൻ്റെ ഭിത്തി കൂടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഇട്ട് അതിൽ കൂടെ ഒരു ലൈറ്റുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഇട്ട് നോക്കുന്നത് ആണ് ലാപ്രോസ്കോപ്പി. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഇത് ചന്ദ്രികയാണ്, കോഴിക്കോട് ജില്ല പേരാമ്പ്ര എന്നാണ്. പറയൂ. എനിക്ക് അസുഖം എന്താന്ന് വെച്ചാല് പിന്നെ യൂട്രസിൽ കുഴപ്പമാണ്. എത്ര വയസ്സ് ചന്ദ്രിക? എനിക്ക് 40 വയസ്സായി. എത്ര കുട്ടികളാ? എനിക്ക് കുട്ടികളൊന്നുമില്ല. അത് ശരി. ചികിത്സയൊക്കെ എടുത്തിരുന്നോ നേരത്തെ? പിന്നെ ചെറിയ കംപ്ലൈന്റ്, യൂട്രസിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടറെ അങ്ങനെ കാണിച്ചിട്ടില്ല. പൈസ എന്ത് കംപ്ലൈന്റാ ചന്ദ്രിക? ഓവറിയിലെ എൻഡോമെട്രിയോസ് വല്ലതാണോ? എന്താണ് കംപ്ലൈന്റ്? യൂട്രസിന്റെ പിന്നെ ഉള്ളിൽ മുഴയാന്ന് പറഞ്ഞു. യൂട്രസിന്റെ ഉള്ളിൽ 2 തരമുള്ള മുഴയുണ്ട്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ മുഴയുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ മുഴയുണ്ട്. എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ ഡോക്ടർ? ഫൈബ്രോയിഡ് ആണോ? ഡോക്ടർ അതിന്റെ മറുപടി പറഞ്ഞോളൂ. ഫൈബ്രോയിഡ് ആണെങ്കിൽ എളുപ്പം ലാപ്രോസ്കോപ്പിക്കൂടെ എടുത്ത് കളയാൻ പറ്റുന്നതാണ്. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഭിത്തി കട്ടി പിടിക്കുന്ന ഒരു അസുഖമാണ്. അതിന് പക്ഷേ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്താലും വയറ് കീറി ചെയ്താലും ലാപ്രോസ്കോപ്പി കൂടെ ചെയ്താലും വലിയ ചികിത്സയില്ല. അതുകൊണ്ടാവുമോ എനിക്കറിയില്ല, അവർക്ക് ചികിത്സ ഇതുവരെ നടക്കാതിരുന്നത്. ഫൈബ്രോയിഡ് ആണെങ്കിൽ എളുപ്പം എടുത്ത് കളഞ്ഞേനെ. മിക്കവാറും അഡിനോമയോസിസ്, ഭിത്തി കല്ലിക്കുന്ന ഒരു അസുഖമായിരിക്കണം. പറഞ്ഞത് സാമ്പത്തിക പ്രശ്നമാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ അവരുടെ അസുഖങ്ങൾ പലപ്പോഴും മാറ്റിവെക്കുന്നുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് അമ്മമാരായാൽ പിന്നെ അവർ കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം നോക്കി അവരെ നെഗ്ലക്റ്റ് ചെയ്യും തനിയെ. അതുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഞാൻ ട്രേസി കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 28 വയസ്സുണ്ട്. എനിക്കൊരു 3 മാസം മുമ്പ് എൻ്റെ ഡെലിവറി കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു. പക്ഷെ 6 മന്തിൽ കഴിഞ്ഞു. അപ്പം പ്രീമച്വർ ആയതുകൊണ്ട് 7 ദിവസമേ ജീവിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് യൂട്രസിന് പുറത്തൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് കൺസീവ് ആയപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പം അത് 11 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഹലോ, ശരി, 11 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് 2 മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്കാൻ ചെയ്തു. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ 7 സെന്റിമീറ്റർ ആയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ലാപ്രോസ്കോപ്പി വഴി അത്
റിമൂവ് ചെയ്ത് കളയാൻ, യൂട്രസിന് പുറത്താ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു 2 times പീരീഡ്സ് ആയി കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നിങ്ങളുടെ ആ പ്രസവം എങ്ങനെയാണ് നടന്നതെന്നുള്ളത് ഇത് ഫൈബ്രോയിഡ് ഇരുന്നുകൊണ്ടാണോ എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കണം. കാരണം 6 മാസത്തിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം മുഖത്തിന് ബലമില്ലെങ്കിലും വരാം. പിന്നെ ഈ ഫൈബ്രോയിഡ് ആണെങ്കിൽ 7 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭിത്തിയുടെ പുറത്താണെങ്കിൽ എന്തായാലും എടുക്കുകയായിരിക്കും നല്ലത്. 7 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കുട്ടിയാകുമ്പോൾ അത് പിന്നെയും ഒരു പ്രാവശ്യം നേരത്തെ പ്രസവിച്ച ആളാണ്, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൊണ്ട് അടുത്ത ഗർഭം കിട്ടാതെ പോകരുതല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലത് എടുത്തു കളയുന്നത് തന്നെയാണ്. എടുത്തു കളയുമ്പോൾ നല്ലപോലെ തയ്യലിടും അകത്തേക്ക്. ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മുഴയാണെങ്കിൽ അതെടുത്തു കളഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഭാഗം ക്ഷീണമുള്ള ഭാഗം വരും. അവിടെ നല്ലപോലെ തയ്യലിടും. നല്ലപോലെ തയ്യലിട്ട് കഴിഞ്ഞാൽ പ്രസവിക്കാൻ കുഴപ്പമൊന്നുമില്ല. അഥവാ ഭിത്തിയിലേക്ക് ഒരുപാട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പറയും അടുത്ത പ്രാവശ്യം സിസേറിയൻ ആയിരിക്കും നല്ലത്, പ്രസവവേദന വരാനും സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ പറഞ്ഞു തരും അടുത്ത പ്രാവശ്യം പ്രസവിക്കാൻ പറ്റുമോ. എന്തായാലും എടുത്തു കളയുന്നത് തന്നെ നല്ലത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ രോഗനിർണയ മാർഗം എന്നുള്ളത് കൂടാതെ ചികിത്സാ മാർഗമായിട്ടും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉപയോഗിക്കുന്നുണ്ട്. ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ഇത് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് വയസ്സിലായാലും ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ബിനൈൻ, നമ്മൾ അസുഖങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ബിനൈൻ, അതായത് കുഴപ്പമില്ലാത്ത മുഴകളാണെങ്കിൽ കുഴപ്പമില്ലാത്ത മുഴകൾ, ക്യാൻസറായിട്ടുള്ള മുഴകൾ. അപ്പോൾ ഇതിൽ രണ്ടിനും ഇപ്പോൾ താക്കോൽ ദ്വാരം ഉപയോഗിക്കാവുന്നതാണ്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ അത് താക്കോൽ ദ്വാരത്തിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് യൂട്രസിലാണെങ്കിൽ ഫൈബ്രോയിഡ് വളരെ സാധാരണമായിട്ട് ക്യാൻസർ ആവാൻ സാധ്യതയില്ലാത്തൊരു മുഴയാണ്. അതിന് വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ലാപ്രോസ്കോപ്പി. ഓക്കെ, നമുക്കൊരു കോളിന് ശേഷം തുടരാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ മാഡം പറയൂ. എന്റെ പേര് രജിത എന്നാണ്, പാലക്കാട് നിന്നാണ്. വയസ്സ് എത്ര? ഹലോ, വയസ്സ് പറയൂ. വയസ്സ് 27. ഓക്കെ, എന്താ സംശയം? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ടതാണ് എനിക്ക്. അത് ലാപ്രോസ്കോപ്പി ഒരു പ്രാവശ്യം കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ വീണ്ടും അത് ലാപ്രോസ്കോപ്പിയിൽ വിജയിച്ചില്ല, പ്രഗ്നൻസി നടന്നിട്ടുണ്ടായില്ല. അപ്പോ ഇനി എന്താ പറയാ, വീണ്ടും ലാപ്രോസ്കോപ്പിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടികളായോ? ഇല്ല. കുട്ടികളായിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. ഒരു ലാപ്രോസ്കോപ്പി കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ഡോക്ടർമാരെയൊക്കെ കണ്ടോ? അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത് എന്താ പറയാ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എത്ര നാളായി? അതിപ്പോ 1 വർഷം കഴിഞ്ഞു. അപ്പൊ വീണ്ടും വലിയ സിസ്റ്റ് ഉണ്ടോ? സിസ്റ്റ് കൊറേ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കുറച്ചധികം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ വലിയ സിസ്റ്റ് ആണെങ്കിൽ അവർ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ സാധാരണ പറയാറില്ല. അതിൽ അണ്ടാശയത്തിൽ നിന്ന് അണ്ട എടുക്കാനുള്ള സൗകര്യം മാത്രമേ അവർക്ക് വേണ്ടൂ. ഒരു വലിയ സിസ്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ അവർ പറയും ഒരു ഓപ്പറേഷൻ കൂടി കഴിഞ്ഞു. ലാപ്രോസ്കോപ്പിലൂടെ കടിച്ചു കളയാൻ കഴിയുന്ന സിസ്റ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ അത് ചെയ്യേണ്ടി തന്നെ വരും. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ എൻഡോമെട്രിയോസിൻ്റെ പ്രത്യേകത അത് മുഴുവൻ അങ്ങ് മാറ്റിക്കളയാൻ പറ്റില്ല. നമ്മൾക്ക് മാസമുറ നിൽക്കുന്നവരെ നമ്മുടെ കൂടെ എൻഡോമെട്രിയോസ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ചെറിയ വിൻഡോ പീരീഡ് കിട്ടും, അത് അസുഖമില്ലാത്ത സമയം. അപ്പോൾ ഉടനെ നിങ്ങൾ മറ്റേ ചികിത്സയ്ക്ക് പോയിട്ട്, കുട്ടികളില്ലാത്ത ടെസ്റ്റ് ട്യൂബ് ചികിത്സയ്ക്ക് പോയിട്ട് ഉടനെ കുട്ടിയാവാൻ ശ്രമിക്കണം. അല്ലാണ്ട് 1 വർഷം പോലെ അങ്ങനെ താമസിപ്പിക്കരുത്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ പോകണം. ശരിക്കും ആ ഡോക്ടറെ ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് വേണം ഡോക്ടറുടെ അടുത്ത് പോകാനായിട്ട്. കുട്ടികളുണ്ടാവാനുള്ള ടെസ്റ്റ് ട്യൂബ് ചികിത്സയ്ക്ക് പോകുമ്പോൾ അവരെ കണ്ടു കഴിഞ്ഞിട്ട് വേണം ശരിക്കും ഓപ്പറേഷനെ പറ്റി പ്ലാൻ ചെയ്യാനൊക്കെ. ഉടനെ തന്നെ പോകണം, എന്നാലേ ഗുണമുള്ളൂ. ഡോക്ടർ, നമുക്ക് വയനാട്ടിൽ നിന്നൊരു കോളുണ്ട്. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ പേര് ഹസീന. ഹസീന ചോദിച്ചോളൂ. എനിക്കിപ്പോ 4 മാസം ഗർഭിണിയാണ്. കോള് കട്ടായി പോയി. ഡോക്ടർ, ഇപ്പോൾ ഈ വന്ധ്യതയുടെ പല കാരണങ്ങളിൽ ഒന്ന് ഈ ഫൈബ്രോയിഡ് വലിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലേ? ഫൈബ്രോയിഡ് ഒരുപാട് ഫൈബ്രോയിഡ് വരുമ്പോഴും വലിയ ഫൈബ്രോയിഡ് വരുമ്പോഴും വന്ധ്യത 1% വരെ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് വന്ധ്യതയ്ക്ക് ഒരു പരിധി വരെ പരിഹാരമാവുന്നതിന് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുണ്ട്. വന്ധ്യത എന്താണ് കാരണം? വന്ധ്യതയിൽ ട്യൂബിൻ്റെ അടവാണോ, ഓവറിയുടെ ഒട്ടലാണോ, യൂട്രസിൻ്റെ പ്രശ്നമാണോ, ഇതൊക്കെ ഒരുപാട് അറിയാനായിട്ട് നമ്മൾ താക്കോൽ ദ്വാരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതെ. മറ്റൊന്ന്, ഈ കൗമാരക്കാരായ പെൺകുട്ടികളിൽ പോളിസിസ്റ്റിക് ഓവറി അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ ശസ്ത്രക്രിയ പ്രയോജനപ്രദമാകുമോ? കൗമാരക്കാരിൽ സാധാരണ നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയിൽ ഓപ്പറേഷൻ വേണ്ടി വരാറില്ല. കാരണം പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ അബ്നോർമാലിറ്റി കൊണ്ടാണ് വരുന്നത്. ആ പ്രായത്തിൽ അവർക്ക് ആ അബ്നോർമാലിറ്റി കൊണ്ട് അവർക്ക് ആകെ വരുന്ന പ്രശ്നം
കുറച്ച് മുടി വളർച്ച ഉണ്ടാവും, കുറച്ച് വണ്ണം വെക്കും, കുറച്ച് മാസം കൂടെ തെറ്റിപ്പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ അവരെ കുറച്ച് ലൈഫ് സ്റ്റൈലായിട്ട് വണ്ണം കുറയ്ക്കണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, മുടിയുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് പറഞ്ഞു കൊടുക്കും, പിന്നെ മാസം മുറ കൃത്യമായിട്ട് വരുത്തും, അത്രേ ആവശ്യമുള്ളൂ. ഇതേ കുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഗർഭം ആയില്ലെങ്കിൽ താക്കോൽ ദ്വാരം ചെയ്ത് നമ്മൾ ഈ ഓവറിയിലുള്ള സിസ്റ്റിനെയൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ അവരുടെ മെയിൽ ഹോർമോൺ അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് കുറഞ്ഞു കിട്ടും. ആ കുറഞ്ഞു കിട്ടി ഉടനെ അവർക്ക് ഗർഭമാവാനുള്ള ഗുളികകൾ കൊടുത്താൽ ഗർഭം ആവുകയും ചെയ്യും. അങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറിക്കുള്ള ചികിത്സ. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ ചോദിച്ചോളൂ മാഡം. പറയൂ. 40 വയസ്സുള്ള ഒരാളായിരുന്നു. പറയൂ. കുറച്ച് ഉന്മേഷത്തിൽ കൃത്യമായിട്ട് ചോദിച്ചോളൂ. യൂട്രസ് അകത്തും ഒരു മുഴയുണ്ട്, പുറത്തും 2 ഉണ്ട്. ഫൈബ്രോയിഡ് ആണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം 10 വർഷമായിട്ട് ഇതുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിക്കാൻ പാടായിരുന്നു, അന്നേരം ഈ ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചത്. ഇപ്പം കുഞ്ഞുണ്ടായി 6 വർഷമായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം വയറുവേദന വന്നുകൊണ്ട് നോക്കിയപ്പോൾ ആ സിസ്റ്റ് അവിടെ ഉണ്ടെന്നാ പറയുന്നത്. സിസ്റ്റാണോ ഫൈബ്രോയിഡ് ആണോ? ഫൈബ്രോയിഡ് ആണ്. ഫൈബ്രോയിഡ് ആണ്. ഫൈബ്രോയിഡ് വലിയതാണോ? വലിയ സൈസാണോ? 3.9. 3.9 ചെറിയതാണല്ലോ, ഒരു നെല്ലിക്ക സൈസ് അല്ലേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. 3.9 വേണേ ചെറിയൊരു ചെറുനാരങ്ങ സൈസ്, അതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത്ര വലിയ വേദന വരാൻ സാധ്യതയില്ല. വേദന മരുന്നുകൊണ്ട് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് വലിയ ബ്ലീഡിങ് വരികയാണെങ്കിൽ മാത്രമേ സാധാരണ നമ്മൾ എടുത്ത് കളയാറുള്ളൂ. പിന്നെ നിറയെ മുഴയുണ്ട്, മുകളിലും അകത്തും ഒക്കെ മുഴയുണ്ടെങ്കിൽ 40 വയസ്സല്ലേ പറഞ്ഞത്, ചിലപ്പോൾ അത് യൂട്രസ് എടുത്ത് കളയലിലേക്ക് പോവും. ഓക്കെ. ബാംഗ്ലൂരിൽ നിന്നൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചു. നമസ്കാരം. നമസ്കാരം. ചോദിച്ചോളൂ. ഹലോ. പറയൂ. ഹലോ ഡോക്ടർ. പറയൂ. ഹലോ. ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്. അമ്മമ്മ. എനിക്ക് ഒരു 2-3 മാസം മുമ്പായിട്ട് ഇങ്ങനെ ഭയങ്കര നടുവേദന കുറച്ച് നാളായിട്ടേ ഉണ്ട്. എനിക്ക് 64 വയസ്സുണ്ട്. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് നടുവേദനയാ. എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും വയ്യായിരുന്നു. കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും നടുവേദന ഇങ്ങനെയൊക്കെ വന്നു. ഞാൻ ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്നാണ് യൂട്രസിന്റെ അകത്ത്. അപ്പോൾ 2 ചെറിയ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. 4.something അതിന്റെ വലിപ്പം. അപ്പോൾ അത് ഡോക്ടർ പിന്നെ ഒരു ദിവസം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണോ ഇല്ലെന്നുള്ള ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ 2-3 പ്രാവശ്യം ഡോക്ടർ എന്നെ വിളിപ്പിച്ചിട്ടും പറഞ്ഞത് വലുതാകുന്നില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാലും എനിക്ക് അടിവയറിന് ഇങ്ങനെ വേദന, എന്റെ യൂട്രസിന് വലിപ്പം കൂടുതലാണ്. നിങ്ങൾക്ക് യൂട്രസ് എന്ന് വെച്ചാൽ ഒരു ആപ്പിൾ ഷേപ്പാണ് എന്റെ യൂട്രസിന്, വലിപ്പം കൂടുതലാ. അപ്പൊ ചുരുക്കി ചോദിക്കോ? എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അടിവയറ്റിന് ഇങ്ങനെ വേദന വരാറുണ്ട്. അടിവയറ്റിന് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് നടക്കാൻ വലിയ പ്രയാസം. ഈ തുടയുടെ 2 അകവശം കൂടെ ഭയങ്കരമായിട്ട് പിടുത്തം വന്നിട്ട് എനിക്ക് നടക്കാനുള്ള പ്രയാസം. ഇത് നിങ്ങളുടെ നടുവേദന ഇതുകൊണ്ട് മാറില്ലെന്ന് തോന്നുന്നു. നടുവേദന നമ്മളിപ്പോൾ അസ്ഥി ദ്രവിക്കുക പറയില്ലേ, ഓസ്റ്റിയോപൊറോസിസ്. 64 വയസ്സല്ലേ, മിക്കവാറും അതിൻ്റെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലിൻ്റെ ഡോക്ടറെ ഒന്ന് എന്തായാലും നടുവേദനയ്ക്ക് കാണണം. ഈ ഫൈബ്രോയിഡ് കൊണ്ട് നടുവേദന, നിങ്ങൾ പറയുന്ന വിവരണത്തിൽ ഫൈബ്രോയിഡ് കൊണ്ട് നടുവേദന വരാൻ സാധ്യത കുറവാണ്. പിന്നെ ആപ്പിൾ സൈസ് ആണെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കണം. ഈ വേദന, അടിവയർ വേദന മൂത്രത്തിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഈ ഫൈബ്രോയിഡിനെ പറ്റി എടുത്തു കളയണമെന്നുള്ള കാര്യം ആലോചിക്കണമെങ്കിൽ അത് വളരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, സാധാരണ വളരുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം നമ്മൾ എടുത്തു കളഞ്ഞാൽ മതി. മിക്കവാറും മാസം നിന്ന് കഴിഞ്ഞാൽ ചെറുതായി പോകും. അപ്പോൾ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ സ്കാൻ ചെയ്താൽ വളരുന്നില്ലെങ്കിൽ അത് എടുത്തു കളയേണ്ട കാര്യമില്ല. വേദനയ്ക്ക് ചിലപ്പോൾ കുടലിൻ്റെ ആവാം, മൂത്രസഞ്ചിയുടെ ആവാം, അത് ഡോക്ടറെ ഒന്നുകൂടെ കാണേണ്ടതാണ്. ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ഉണ്ടാകുന്ന ട്യൂബിലെ പ്രശ്നങ്ങൾ, അതിന് ഈ ശസ്ത്രക്രിയ എത്രത്തോളം പ്രയോജനപ്രദമാണ്? ഗർഭിണികൾ നമ്മൾ ഒരു ചെറിയ പ്രശ്നം കാണുന്നത് ആദ്യത്തെ മാസം, ഇപ്പോൾ 3 മാസം ഒക്കെ ആയിരിക്കുമ്പോൾ അണ്ടാശയത്തിലൊരു മുഴയുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ കുരുങ്ങൽ വരാം. കാരണം ഗർഭപാത്രം വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കല്ല് കെട്ടിയിട്ട മാതിരിയാണ് ഈ സിസ്റ്റ് കിടക്കുക. അപ്പോൾ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കുരുങ്ങാൻ വളരെ സാധാരണയായിട്ട് കാണാം. അങ്ങനെ അപ്പോൾ ഭയങ്കര വേദനയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ ഗർഭം ചെറുത് 5 മാസത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി അത് എടുത്ത് കളയാം. അപ്പോൾ അവർക്ക് വലിയ മുറിവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറ്റൊന്ന് ട്യൂബിൽ ഒട്ടില്ലാതെ ഗർഭമാവാൻ ബുദ്ധിമുട്ട്. ആദ്യത്തെ ഒരു സിസേറിനായിരുന്നു, പിന്നെ ഗർഭമാവുന്നില്ല. അപ്പോൾ ട്യൂബ് നോക്കുമ്പോൾ ഒട്ടിയിരിക്കുകയാണ്, വെള്ളം കെട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ആ ട്യൂബിൻ്റെ ഒട്ടലൊക്കെ നല്ലോണം കളയാൻ പറ്റും, വെള്ളം കളയാൻ പറ്റും. ചിലപ്പോൾ ട്യൂബ് വളരെ ഡാമേജ്ഡ് ആണെങ്കിൽ ഒരു ട്യൂബ് നല്ലതാണ്, മറ്റേ ട്യൂബ് ഡാമേജ്ഡ് ആണെങ്കിൽ ആ ഡാമേജ് ട്യൂബ് എടുത്ത് കളയാൻ പറ്റും.
പിന്നെ ട്യൂബിൽ ഗർഭം ധരിക്കുന്നവരുണ്ട്. അപ്പോൾ അത് പണ്ടൊക്കെ അത് ചെയ്യുന്ന വയറ് കീറിയാണ് എടുത്ത് കളഞ്ഞിരുന്നത്. അതെ 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 പൊട്ടി ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഈ ഗൗരവപരമായിട്ടുള്ള സ്റ്റേജ് കാണാറില്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഒന്നുമില്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ താക്കോൽ ദ്വാരത്തിൽ കൂടെ എടുത്ത് കളയാൻ പറ്റും. ഡോക്ടർ നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. വേണ്ടിയിട്ടാ വിളിക്കുന്നേ. മോൾക്ക് ഹിസ്റ്ററെക്ടമി കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെയ്തു. പക്ഷെ ഇപ്പോഴും ഡിസ്ചാർജ് ഉണ്ട്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ മിക്കവാറും ഉണ്ട്. മസിൽസ് നോക്കുമ്പോൾ ഒരുപാടുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ എന്തായാലും കൾച്ചറൊക്കെ ചെയ്ത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരണേ എന്നുള്ളത് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക തന്നെ വേണം. പിന്നെ ഡിസ്ചാർജ് അതെ 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 പസൽസ് ഒരുപാടുണ്ടെങ്കിലേ നമ്മൾ കണ്ണടച്ച് നമുക്കൊരു മരുന്ന് കൊടുക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും യൂറിനൽ ഇൻഫെക്ഷൻ വരുമ്പോൾ. പിന്നെ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഡിസ്ചാർജാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു 2 മാസത്തിൽ കൂടുതൽ ഡിസ്ചാർജ് വരില്ല. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടിപ്പോൾ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായില്ലേ. അപ്പോൾ ഡിസ്ചാർജ് വരുമ്പോൾ എന്തുകൊണ്ടാണ്, ട്യൂബിൻ്റെ വല്ല അംശം അവിടെ നിൽക്കുന്നുണ്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ മുറിവ് ഉണങ്ങാതെ ബാക്കി വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അവർക്ക് സ്പെക്കുലം വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ മനസ്സിലാവും എന്താ പ്രശ്നം എന്നുള്ളത്. അതിന് ചിലപ്പോൾ ചികിത്സ കരിച്ച് കളയലോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും. ഡിസ്ചാർജ് അബ്നോർമൽ ആണോ അല്ലേ എന്നുള്ളത് ഡോക്ടറെ കാണിച്ചാൽ അറിയാം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ യൂട്രസ് റിമൂവൽ പല കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിന് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ പ്രയോജനപ്രദമാണോ? പലരും ചോദിക്കുന്ന ഒരു സംശയം, ഇത്രയും വലിയൊരു ഇങ്ങനെ ചെറിയൊരു മുറിവിൽ കൂടെ എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ കളയുക എന്നുള്ളത്. യൂട്രസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു മസ്കുലർ ഓർഗനാണ്. അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ലാറ്ററലി ആണ്, സൈഡിലാണ് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്. താഴെ അത് അറ്റാച്ച് ചെയ്തേക്കണ യോനിയിലേക്കാണ്. അപ്പോൾ യോനി നമുക്കറിയാമല്ലോ 3 കിലോ 3.5 കിലോ തൂക്കമുള്ള കുഞ്ഞിനെ പ്രസവിച്ച യോനി ആയിരിക്കും മിക്കതും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ ചുറ്റുമുള്ള ഈ അറ്റാച്ച്മെൻറ്റ്സ് കട്ട് ചെയ്യും. അപ്പോൾ യൂട്രസ് ഫ്രീ ആവും. അപ്പോൾ എത്ര വലിപ്പമാണെങ്കിലും, ഇപ്പോൾ ഒരു തേങ്ങ വലിപ്പമോ അല്ലെങ്കിൽ അതിലും വലിയ വലിപ്പമുള്ള യൂട്രസ് 500 ഗ്രാമോ ഒക്കെയുള്ള വലിപ്പമുള്ള യൂട്രസ് ആണെങ്കിൽ പോലും ഈ താഴെ കൂടെ ബാക്കി നമ്മൾ പ്രത്യേക ടെക്നിക്കൊക്കെ ചെയ്ത് താഴെ കൂടെ മിക്കവാറും യോനി കൂടെയാണ് എടുത്ത് കളയുന്നത്. വേറെ ഒരു ടെക്നിക്കുള്ളത് നമ്മൾ ആ ലാപ്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെൻറ്റിൽ കൂടെ തന്നെ കുറേശ്ശെ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ പീൽ ചെയ്യണ മാതിരി ഒരു ചെറുതായിട്ട് സ്ലൈസ് ചെയ്തും എടുക്കാം. അതിനാണ് പറയുന്നത് മോർസിലേഷൻ. ഇങ്ങനെ 2 ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ യോനി കൂടെ എടുക്കുന്നതിനാണ്. കാരണം യോനി വളരെ ഇലാസ്റ്റിക് ആണ്, നാച്ചുറലായിട്ട്. അതെ അതെ, അത് എത്ര വലിയ മുഴ എടുക്കാനും അത് നമ്മളെ അലൗ ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. വയസ്സെത്ര? എനിക്ക് വയസ്സ് 39 വയസ്സ്. എന്റെ വയറെന്ന് പറഞ്ഞപ്പോൾ ഒരു 20 ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം വിശപ്പില്ല. ഗ്യാസിന്റെ ഒരു കംപ്ലൈന്റ് മാതിരി 2 പ്രാവശ്യം ഡോക്ടറിനെ കാണിച്ചു, മരുന്നുകളൊക്കെ ഒരുപാട് തന്നു. ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വയറ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു. ഡോക്ടർ പറഞ്ഞത് ഗ്യാസിന്റെ കംപ്ലൈന്റ് ആണ്, പേടിക്കാനൊന്നും ഇല്ല എന്നാണ്. പക്ഷെ എനിക്ക് കാലത്ത് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉച്ച വരെ ആവുന്നത് വരെ എനിക്ക് വിശപ്പില്ല. അത് ഡൈജഷൻ്റെ എന്തോ പ്രശ്നമാണ്. നമ്മൾ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗത്തിനെ പറ്റി പറയുന്നത്. അതിന് എന്താ പറയുക, ഗ്യാസ്ട്രോ മെഡിസിൻ ഡോക്ടർമാരെ തന്നെ കാണണം. നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോപ്പി ചെയ്യുക, വല്ല അൾസറിൻ്റെ എന്തെങ്കിലും ഉണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഗ്യാസ്. ഒരുവിധം ഈ എന്താ പറയുക മസാല ആഹാരങ്ങളൊക്കെ കുറച്ചാൽ, ചുമന്ന മുളക് മസാലയെ കുറച്ചാൽ തന്നെ ഗ്യാസ് കുറയാറുണ്ട് മിക്കവർക്കും. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാസ്ട്രോ മെഡിസിൻ ഡോക്ടറെ കാണണം. വയറിൻ്റെ സംബന്ധമായിട്ട്, ഗർഭാശയ സംബന്ധമല്ലല്ലോ അസുഖം. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഇപ്പം സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഗർഭപാത്രവും അല്ലെങ്കിൽ ഗർഭാശയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അർബുദം. ഇതിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എത്രത്തോളം പ്രയോജനപ്രദമാണ്? അർബുദം നേരത്തെ കണ്ടുപിടിക്കണം. ഇപ്പോൾ കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാ വർഷവും നമ്മൾ ചെക്കപ്പിന് പോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ മിക്കതും അൾട്രാസൗണ്ട് ഉണ്ട്, MRI സ്കാനുണ്ട്, CT ഉണ്ട്. നമുക്ക് നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കൂടെ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെയാണെങ്കിൽ വലിയ മുറിവൊക്കെ ഇട്ട് അത് കുറേ നാൾ അത് ഉണങ്ങാൻ തന്നെ എടുക്കും, അത് പിന്നെ പഴുക്കും. അപ്പോൾ ഇത് യൂട്രസിൻ്റെ അസുഖമാണെങ്കിലും നമ്മൾ വയറിൻ്റെ അവിടെ കൂടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് അവിടെ ലിംഫ് ഗ്രന്ഥികളൊക്കെ എടുത്ത് നോക്കിയാൽ എത്രമാത്രം ഇത് വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ചികിത്സ, റേഡിയേഷനാണോ കീമോതെറാപ്പി ആണോ എന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഇപ്പോൾ ഗള ക്യാൻസറിനും ഗർഭാശയ ക്യാൻസറിനും ഓവറി ക്യാൻസർ ഒഴിച്ച്, കാരണം ഓവറി ക്യാൻസർ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താക്കോൽ ദ്വാരത്തിൽ മാത്രമായിട്ട് ചുരുക്കാൻ പറ്റില്ല. അഡ്വാൻസ് ചെയ്താൽ, നേരത്തെ ആണെങ്കിൽ അതും ലാപ്രോസ്കോപ്പി തന്നെയായിട്ട് ചെയ്യാൻ പറ്റും.
മറ്റൊരു കാര്യം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നേരത്തെ ഒരുപാട് വലിയ മുറിവുകളൊക്കെ കിട്ടുമ്പോൾ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം, പിന്നീട് വീട്ടിൽ പോയാൽ പോലും ഒരുപാട് റെസ്റ്റ് ചെയ്യണം, ഇത്തരം പ്രശ്നങ്ങളാണ്. ഇന്നാണെങ്കിൽ ആളുകൾക്ക് തിരക്കാണ്. അപ്പോൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും? ഹോസ്പിറ്റലിൽ ഇപ്പോൾ പറയുന്നത് ശരിക്കും വെളിയിലൊക്കെ അവർ പറയുന്നത് അവർ എല്ലാം ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിച്ച വണ്ടിയുമായിട്ട് അവർ ഫീൽഡിൽ പോയിട്ട് അവിടെ നിന്ന് രോഗിയെ എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് അവിടെ തന്നെ കിടത്തി വേറെ നേഴ്സ് പോയി നോക്കി, അത്ര വരെ കാര്യങ്ങൾ പുരോഗമിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ അന്ന് ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ അഡ്മിറ്റ് ചെയ്യും, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശേഷമൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ ഓപ്പറേഷൻ പോകുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ വിടും. 24 hours മതിയാവും സാധാരണ. അന്നേ ഡിസ്ചാർജ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് അനസ്തീസിയയുടെ മയക്കം ഒക്കെ കുറച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് വീട്ടിൽ വിടുന്നവർ പോലും ഉണ്ട്. നമ്മളൊക്കെ ഒരു 24 മണിക്കൂറെങ്കിലും കീപ്പ് ചെയ്യും. പേഷ്യൻറ്റിന് അതത്രയും ആയിട്ടില്ല. പേഷ്യൻ്റ് തന്നെ ചോദിക്കും, അയ്യോ നാളെ പോകാനോ? അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓപ്പറേഷൻ മുമ്പേ ഇവരെ ഇതൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ, എഴുന്നേറ്റ് നടക്കാം, ആഹാരം കഴിക്കാം, കുളിക്കാം, അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മളിപ്പോൾ വിടും. ഈ മുറിവ് ഉണങ്ങുന്നതിന് എത്ര സമയം? മുറിവ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പേനക്കത്തി അല്ലെങ്കിൽ ചെറിയ പെന്നൈഫ് കൊണ്ട് 2-3 മുറിവുകൾ കുത്തുകൾ വയറിൽ ചെയ്ത മാതിരിയേ ഉണ്ടാവുള്ളൂ. അത് മുറിവ് ഉണങ്ങാൻ 3-4 ദിവസം, 2-3 ദിവസത്തേക്ക് വേദനയും ഉണ്ടാവും. പിന്നെ യൂട്രസ് റിമൂവലാണെങ്കിൽ എന്നാലും നമ്മൾ 2 മാസം റെസ്റ്റ് പറയും. കാരണം അകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 2 മാസം റെസ്റ്റ്. അല്ലാത്ത ചെറിയ ചെറിയ ഓപ്പറേഷൻസൊക്കെ നമ്മൾ 3 ദിവസം 4 ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോകാമെന്ന് അവരോട് പറയും. ഓരോ അസുഖങ്ങൾക്കും ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോളോ അപ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ഈ കീഹോൾ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഫോളോ അപ്സ് വേണ്ടി വരുന്നുണ്ട്. കീഹോൾ നമ്മൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്താണ് നമ്മൾ എടുത്ത് അയച്ച ടിഷ്യൂവിന് കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ മാത്രമുള്ള ഫോളോ അപ്പേ ഉള്ളൂ. അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്താൽ 2 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് വരാൻ പറയും. വലിയ ഓവറിൽ നിന്ന് ഒരു ചെറിയ സിസ്റ്റ് എടുത്തു, അപ്പോൾ അതിന് വേണ്ടി അവർ വരേണ്ട കാര്യമില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് മുറിവൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കില്ല, റിസൾട്ട് വരുമ്പോൾ ഒന്ന് വരാൻ പറയും, അത്രയേ ഉള്ളൂ. നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം 2 കാര്യങ്ങളാണ്. പുതുതായിട്ടൊരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളൊരു പേടി, 2 ഇതിൻ്റെ ചികിത്സാ ചിലവുകൾ. അപ്പോൾ ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് കീഹോൾ? ഈ സംശയദൃഷ്ടിയെ നമ്മളെപ്പോഴും നോക്കുന്നവരുണ്ട്. ഇപ്പോഴും പറയും ഞങ്ങൾക്ക് സാധാരണ പോലെ നല്ല പോലെ തുറന്ന് ഡോക്ടർ ചെയ്താൽ മതി, കീഹോൾ വേണ്ട. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു അപകടം പറ്റിയത് അവർ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഇപ്പോൾ ഓപ്പൺ ആയാലും വലുതായി മുറിവിട്ടായാലും അപകടം പറ്റാനുള്ളത് അപ്പോഴായാലും പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എപ്പോഴും നമ്മളൊരു മലയാളികൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ ചോദിക്കും. പിന്നെ വേറെ ഒരു കാര്യമുള്ള പറഞ്ഞത് പൈസയുടെ കാര്യം. അതിപ്പോൾ ഇൻഷുറൻസ് ആയതുകൊണ്ട് അതൊരു മിക്കവർക്കും ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇൻഷുറൻസ് കമ്പനിയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. മിക്കവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കോസ്റ്റിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ ഫൈബ്രോയിഡ്സിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ അപ്പോൾ ചില സ്ത്രീകളിൽ ഇങ്ങനെ പല തരത്തിലുള്ള മുഴകൾ പല എണ്ണം കൂടുതൽ കാണുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിൽ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് ഈ മുഴകളെല്ലാം എടുക്കുകയാണോ അതോ പലതിനും പല രീതിയിലാണോ? നമ്മൾ പറഞ്ഞാൽ എന്താണ് രോഗിയുടെ ആവശ്യം. ഇപ്പോൾ 2-3 മുഴകളുണ്ട്, ഒരെണ്ണം വലുതാണ്, അപ്പോൾ ഗർഭമാവാൻ അതാണ് ബുദ്ധിമുട്ട് തോന്നിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗർഭമായി ഇനി അത് വലുതായി കഴിഞ്ഞാൽ കുഞ്ഞിനെ അകത്ത് നമുക്ക് 9 മാസം വരെ കൊണ്ടുപോകാൻ പറ്റില്ല, രോഗിക്കുന്നൊക്കെ വെച്ച് നമ്മൾ ആ വലുത് മാത്രമേ എടുക്കും. നിറയെ മുഴകളുണ്ട്, അതെല്ലാം പറക്കിയെടുത്ത് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന് ക്ഷതം വരും. പിന്നെ ആ ഗർഭപാത്രം വെച്ച് വീണ്ടും ഒരു ഗർഭമാവാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ ഒരു 2-3 മുഴയുണ്ട്, അതിൽ വലുത് മാത്രമേ മിക്കവാറും എടുക്കുള്ളൂ ഗർഭമാവാനുള്ള സ്ത്രീയാണെങ്കിൽ. അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് ഈ വീണ്ടും വരുന്നത് ചെറുപ്പത്തിൽ നമ്മൾ എടുക്കുമ്പോഴാണ്. 30 വയസ്സ് താഴെയുള്ള സ്ത്രീക്ക് നമ്മൾ ഗർഭാശയത്തിൽ നിന്ന് മുഴ എടുക്കുമ്പോൾ വീണ്ടും അവർക്ക് വരാൻ അവരുടെ ഗർഭപാത്രത്തിൽ പിന്നെയും ആ മസിലിൽ ചെറിയ കടുകുമണി പോലെയുള്ള ഇതുണ്ടാവും, വിത്തുണ്ടാവും ഈ മുഴയുടെ ഫൈബ്രോയിഡിൻ്റെ. അപ്പോൾ അവർക്ക് വീണ്ടും വരാൻ സാധ്യതയാണ്. അല്ലാതെ കുറച്ചൊരു പ്രായമായിട്ടുള്ളൊരു 35-40 വയസ്സായ സ്ത്രീകൾക്ക് എടുക്കുമ്പോൾ വീണ്ടും വരാൻ സാധ്യത കുറവാണ്. ഓക്കെ. പിന്നെ മറ്റൊന്ന് ഈ വയസ്സായ സ്ത്രീകളിൽ ഈ പറഞ്ഞ പോലെ എന്ത് ശസ്ത്രക്രിയ ഗർഭപാത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ഇവർക്ക് ഭയമാണ് ചെയ്യാനായിട്ട്. അവർക്കിപ്പോൾ ഈ മുഴുവൻ തുറന്നെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പേടിയുണ്ടാവും. അവർക്ക് ഒരുപാട് പ്രയോജനപ്പെടുമോ? എങ്ങനെയാണ് ഈ പ്രായം ഒരു കൺസ്ട്രെയിൻ്റ് ആണോ? പ്രായത്തിൻ്റെ കൂടെ വരുന്ന നമുക്ക് അസുഖങ്ങൾ കിട്ടുമല്ലോ, പ്രഷർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹാർട്ടിനൊക്കെ അത്ര. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക്ക് ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനറൽ അനസ്തീസിയയിൽ ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവൻ മയക്കണം, കുറച്ച് തല താത്തിക്കെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുക, കുടലിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രായമായവർക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നമോ അല്ലെങ്കിൽ ആസ്മയുടെ ചെറിയ ബുദ്ധിമുട്ടോ പ്രഷറോ ഒക്കെ ഉള്ളവർ ഇത്രയും നേരം ഇത് താഴ്ന്ന് കിടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക പ്രായമായവരുടെയും പ്രസവം കഴിഞ്ഞ സ്ത്രീകളോ അല്ലാത്തവരായാൽ പോലും നമുക്ക് താഴെ കൂടെ യോനി കൂടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതിനൊരു സഹായമായിട്ട് മാത്രം ലാപ്രോസ്കോപ്പി വയ്ക്കും. മിനിമം ലാപ്രോസ്കോപ്പിയുടെ സഹായത്തിൽ ലാപ്രോസ്കോപ്പിക്കലി അസിസ്റ്റഡ് ലാപ്രോസ്കോപ്പി അവിടെ വയ്ക്കുകയും ചെയ്യും. അപ്പോൾ മുറിവിടാൻ വേണ്ടി വരികയില്ല. ചെറിയ പ്രശ്നം ബ്ലീഡിങ് ഉണ്ടോ എന്നൊരു ചെറിയ സംശയം, അപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി ഇട്ടൊന്ന് നോക്കും, അത്രയേ ഉള്ളൂ. അപ്പം മിനിമം ലാപ്രോസ്കോപ്പിയും ബാക്കി താഴെ കൂടെ ഓപ്പറേഷനായിട്ടും അങ്ങനെയുള്ളവരെ സഹായിക്കാൻ പറ്റും.
ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.